ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ താമസിച്ചിരുന്ന സ്വകാര്യ വസതിയായ സാൻഡ്രിംഗാം എസ്റ്റേറ്റിലേക്ക് പുലർച്ചെ 6 കാറുകളിലായി സാധാരണ വേഷത്തിൽ പോലീസ് സംഘം എത്തി ആൻഡ്രൂവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ അന്തസ്സും വിശ്വസ്തതയും കൂടിയാണ് പ്രതിക്കൂട്ടിലായത്. സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജകുടുംബാംഗം അറസ്റ്റിലാവുന്നത്, അതും രാജരഹസ്യങ്ങൾ കൈമാറിയതിന്റെ പേരിൽ. എലിസബത്ത് രാജ്ഞിയുടെ ഇഷ്ടപുത്രനായിരുന്ന ആൻഡ്രൂ റോയൽ നേവിയിൽ 22-ാം വയസ്സിൽ ഹെലികോപ്റ്റർ പൈലറ്റ് ആവുകയും തുടർന്ന് അർജന്റീനയുമായുള്ള ഫോക്ലാൻഡ് യുദ്ധത്തിൽ പങ്കെടുത്ത് വീരനാവുകയും 2001-ൽ ബ്രിട്ടന്റെ രാജ്യാന്തര വ്യാപാര രംഗത്ത് പ്രത്യേക പ്രതിനിധിയാവുകയും ചെയ്തു. പിന്നീട് 2011-ൽ എപ്സ്റ്റീൻ ബന്ധത്തിന്റെ പേരിൽ ഈ പദവി നഷ്ടമായി. ആൻഡ്രൂവിന്റെ ലൈംഗിക കഥകൾ പുറത്തുവന്നത് 2008-ലാണ്. 17 വയസ്സുള്ള വെർജീനിയ ജൂഫ്രെ എന്ന പെൺകുട്ടിയെ എപ്സ്റ്റീനിന്റെ വസതിയിൽ വെച്ച് പീഡിപ്പിച്ചതായിരുന്നു കേസ്. $1 കോടി കൊടുത്ത് ഈ കേസ് 2022-ൽ ഒത്തുതീർത്തു. ഇതിനിടെ 2019-ൽ എപ്സ്റ്റീനുമായുള്ള ബന്ധം പുറത്തു വന്നതോടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു. 2020-ൽ ഔദ്യോഗിക പദവികളിൽ നിന്നും ആൻഡ്രൂവിനെ നീക്കി. 2019-ൽ BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ 2010-ന് ശേഷം എപ്സ്റ്റീനുമായി ബന്ധം പുലർത്തിയിട്ടില്ലെന്ന് പറഞ്ഞ ആൻഡ്രൂവിന് വീണ്ടും തിരിച്ചടിയാവുകയായിരുന്നു. ആൻഡ്രൂ പറഞ്ഞത് കള്ളമായിരുന്നു. 2011 ഫെബ്രുവരി 28-ന് ഇമെയിൽ അയച്ചതിന്റെ വിവരങ്ങൾ 2025 ഒക്ടോബർ 12-ന് ബ്രിട്ടീഷ് പത്രങ്ങൾ പുറത്തുകൊണ്ടുവന്നു. അങ്ങനെ ആൻഡ്രൂവിന്റെ കള്ളങ്ങൾ തകർത്തു. ഇവിടം കൊണ്ടൊന്നും ആൻഡ്രൂവിന്റെ കഥകൾ അവസാനിച്ചില്ല. 2025 ഏപ്രിൽ വെർജീനിയ ജൂഫ്രെ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ വെർജീനിയയുടെ നോബഡീസ് ഗേൾ എന്ന പുസ്തകം പുറത്തിറങ്ങി. 2001 മാർച്ചിൽ ആൻഡ്രൂ 3 തവണ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്നാണ് പുസ്തകത്തിൽ വന്നത്. അതോടെ രാജകുമാരൻ പദവിയിൽ നിന്നും ചാൾസ് രാജാവ് ആൻഡ്രൂവിനെ നീക്കം ചെയ്തു. 2026 ജനുവരി 30-ന് US നിയമവകുപ്പ് എപ്സ്റ്റീൻ രേഖകൾ പുറത്തുവിട്ടപ്പോൾ ഒരു യുവതിക്കൊപ്പം തറയിൽ കുനിഞ്ഞിരിക്കുന്ന ആൻഡ്രൂവിന്റെ ചിത്രങ്ങളുണ്ടായിരുന്നു. 26 വയസ്സുള്ള സുന്ദരിയായ ഒരു റഷ്യൻ യുവതിയെ ആൻഡ്രൂവിന് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള എപ്സ്റ്റീന്റെ കത്തും പുറത്തുവന്നു. എന്നാൽ ബ്രിട്ടന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒപ്പിട്ട രാജ്യാന്തര വ്യാപാര കരാറുകളുടെ വിശദാംശങ്ങൾ എപ്സ്റ്റീന് കൈമാറിയെന്ന രേഖ പുറത്തായതാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. ഒരു യഥാർത്ഥ രാജകുമാരൻ ആയിരുന്നില്ല ആൻഡ്രൂ എന്നും തങ്ങൾക്ക് നീതി കിട്ടിയെന്നും വെർജീനിയ ജൂഫ്രെയുടെ കുടുംബം പ്രതികരിച്ചു. അതേസമയം സിനിമാ കഥകളെ വെല്ലുന്ന ജീവിത കഥയാണ് ജെഫ്രി എപ്സ്റ്റീന്റേത്. അമേരിക്കയിൽ ശതകോടീശ്വരനായി വളർന്ന് ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മൺമറഞ്ഞ വിവാദ വ്യവസായിയാണ് എപ്സ്റ്റീൻ. കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാ പാർട്ടികളും സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ പിന്നീട് സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റത്തിനാണ് അഴിക്കുള്ളിലായത്. 2008-ൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന് കുറ്റസമ്മതം നടത്തിയതോടെയാണ് എപ്സ്റ്റീൻ ആദ്യമായി അറസ്റ്റിലാവുന്നത്. അറസ്റ്റിലായി വെറും 13 ദിവസത്തിനപ്പുറം അയാൾ പുറത്തിറങ്ങി. 2019 ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് വീണ്ടും അകത്താവുകയും ചെയ്തു. തൊട്ടടുത്ത മാസം ജയിലറയിൽ എപ്സ്റ്റീൻ മരിച്ചു വീണു. ജയിലധികൃതരുടെ റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തിരിക്കാം എന്നാണ് വ്യക്തമാക്കുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. ജെഫ്രിയുടെ മരണത്തിന് ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായവർക്കെതിരായ നിയമ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.